ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും DSPയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇത് പ്രസൻറ്റ് ചെയ്യുന്നത് കോൾ സെൻറ്റർ സൊല്യൂഷൻ. എന്താണ് കോൾ സെൻറ്റർ സൊല്യൂഷൻ, അതെങ്ങനെയാണെന്ന് നമുക്ക് ഓപ്പൺ സോഴ്സിൽ ചെയ്യാം, അതിനെക്കുറിച്ചാണ് ഞാനിത് നിങ്ങൾക്കിത് പ്രസൻറ്റ് ചെയ്യുന്നത്. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളതാണ് Vicidial. Vicidial എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ഡയലർ സോഫ്റ്റ്വെയറാണ്. എല്ലാത്തിൻ്റെ ബേസിക് എന്ന് പറയുന്നത് തന്നെ ആസ്ട്രിക്സ് ആണ്. ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കുമ്പോൾ തന്നെ ആസ്ട്രിക്സ് നൗ ഉണ്ട്, ഫ്രീ PBX, ആസ്ട്രിക്സ്, ആൾട്ടിറ്റ്യൂഡ്, ഇതുപോലെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ ആൾട്ടിറ്റ്യൂഡ് ഇതൊക്കെ എല്ലാം തന്നെ ഫുൾ ഒന്ന് ലൈസൻസ് ബേസ് ചെയ്തും ഒത്തിരി കോസ്റ്റ്ലി. ഓപ്പൺ സോഴ്സിൽ ബേസ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ ആസ്ട്രിക്സ് നൗ, ആസ്ട്രിക്സ് ആയിരിക്കും എല്ലാത്തിൻ്റെ ബേസായിട്ട് ചെയ്യുന്നത്. ആസ്ട്രിക്സ് ബേസ് ചെയ്ത് എങ്ങനെ ഒരു ഡയലർ ചെയ്യാം, ഏതൊരു കമ്പനിക്കാണെങ്കിലും അത് യൂസ് ചെയ്യാം. അതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളതാണ് Vicidial. ഞാൻ ഒത്തിരി ഇതിൽ വർക്ക് ചെയ്ത് ബേസ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ Vicidial ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയത്. അതേപോലെ GoDial, പിന്നെ ഫ്രീ PBX ഒന്ന് നമ്മൾ കുറേ ഓപ്ഷനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് വരുന്ന ഓപ്ഷനെല്ലാം നമ്മൾ പർച്ചേസ് ചെയ്യണം. എന്നാൽ കൂടെ തന്നെ Vicidial Vicibox 9.3 എന്ന പറഞ്ഞ വെർഷനെ കുറിച്ചാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യുന്നത്. ഈ 9.3 എന്നുള്ള വെർഷനിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ Vicibox 9 ആയിരിക്കും, അതിൻ്റെ പ്ലാറ്റ്ഫോം ഫുള്ളോ 9 ആയിരിക്കും. ചെറിയ വ്യത്യാസം മാത്രമേ വരും. ഈ 9.3 എന്ന് പറയുമ്പോൾ എന്തെങ്കിലും അതിലെ പാച്ചസ് അപ്ഡേറ്റ് ആയിട്ട് അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. നിങ്ങൾ ഇതിന് മുമ്പെയുള്ള എൻ്റെ വീഡിയോസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതിലൊന്ന് Vicibox, Vicidial, അതേപോലെ ആസ്ട്രിക്സ് അതെല്ലാം ഇൻസ്റ്റാൾ ചെയ്താൽ നമുക്ക് സെൻറ്റോയ്സിൽ യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ ഫ്രീ PBX സൂസിയിൽ ചെയ്യാം. നോർമൽ ലിനക്സിൽ തന്നെ, ലിനക്സിൻ്റെ പ്ലാറ്റ്ഫോമിൽ തന്നെ നമുക്ക് ഡയലർ ചെയ്യാൻ പറ്റും. ഇത് വന്ന് Vicibox മീൻസ് Vicidialൻ്റെ സപ്പോർട്ടിങ്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും തരത്തിൽ വന്ന് നമ്മൾ ഇത് ഫുള്ളായിട്ട് ഓപ്പൺ സോഴ്സ് ഫ്രീ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഫ്രീ ആയിട്ട് വരുമ്പോൾ തന്നെ എന്തെങ്കിലും അതിൻ്റെ ഡെവലപ്മെൻറ്റ് ബേസ് ചെയ്തോ എന്തെങ്കിലും സപ്പോർട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ ലോഗിൻ ചെയ്ത് നമ്മൾ അതിൻ്റെ സപ്പോർട്ട് ചോദിച്ചു കഴിഞ്ഞാൽ കൂടെ തന്നെ അവർ ഹെൽപ്പ് ചെയ്യും. തീർച്ചയായിട്ടും അതിനൊന്ന് ഡോളർ ബേസ് ചെയ്താണ് വരുന്നത്. മാക്സിമം ഒരു കമ്പനിക്ക് എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് തന്നെ ഓപ്പൺ സോഴ്സിൽ തന്നെ ഇതിൽ ചെയ്യാം. ഇതാണ് ഏജൻറ്റിൻ്റെ ഇൻ്റർഫേസ്. സിമ്പിളാണ്, US ബേസ് ചെയ്താണ്. ഇതിന് US ഓസ്ട്രേലിയൻ ബേസ് ചെയ്തുള്ള ഹോട്ടൽസ്, ഹോസ്പിറ്റൽസ്, കാൾ സെൻറ്റേഴ്സ് എല്ലാം യൂസ് ചെയ്യുന്ന ഇത് ബേസ് ചെയ്തൊക്കെയാണ് ചെയ്യുന്നത്. ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. റോബോട്ടിക് സ്റ്റൈലാണ് ഫുള്ള്. ഇതിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ആ ഒരു ഡയലിംഗ് പാറ്റേൺ, നമ്പർ ഓഫ് ഡയലിംഗ്, ആ ഡയലിംഗ് സ്ട്രക്ചറിന് ഒത്തിരി ഡിഫറെൻ്റ് ആയിരിക്കും. അറ്റ് എ ടൈം ഒന്ന് ബൾക്ക് ഡയലിംഗ് ആയാലും കൂടെ തന്നെ ഇതിന് ഒരു സ്ലോനെസ്സും ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റും. ഇതേ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നതാണ് ആൾട്ടിറ്റ്യൂഡ് ഡയലർ. ആൾട്ടിറ്റ്യൂഡും Vicidial ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ബേസ് ചെയ്ത് ഞാൻ നോക്കുമ്പോൾ ഞാൻ Vicidialനായിരിക്കും ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത്. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളത്, സപ്പോർട്ട്, പിന്നെ Vicibox എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫുൾ പാക്കേജ് ആയിരിക്കും. ഓപ്പൺ സോഴ്സിലാണ് ചെയ്തിട്ടുള്ളത് അവർ ഫുള്ളായിട്ട്. അതുകൊണ്ട് ഒത്തിരി നമുക്ക് സെൻറ്റോയസോ ലിനക്സ് ബേസ് ചെയ്തുള്ളതിൻ്റെ എല്ലാ പാച്ചസും എല്ലാ പാക്കേജും ഇൻസ്റ്റാൾ ചെയ്ത് ചെയ്യുന്നതിനെക്കാട്ടും കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും Vicibox ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യുമ്പോഴും നമുക്കതിൽ ആവശ്യമുള്ള പാക്കേജ് മാത്രമേ ഇൻസ്റ്റാൾ ചെയ്യത്തുള്ളൂ. ഇത് പിന്നെ അതിന് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഡയലർ ചെയ്യുന്നതിന് നമ്മൾ അതിൻ്റെ ഡയലറിന് ബേസ് ചെയ്തുള്ള അതിൻ്റെ ബേസിക്സ് എന്തൊക്കെയാണ് അതിന് വേണ്ടത്, ഹാർഡ്വെയർ എങ്ങനത്തെ ആയിരിക്കണം, പിന്നെ അതിൻ്റെ റാമിൻ്റെ കപ്പാസിറ്റി ഒരു 100 യൂസറോ ഇല്ലെങ്കിൽ ഒരു 50 യൂസറോ അല്ലെങ്കിൽ 20 യൂസറോ ആണെന്നെങ്കിൽ ഏത് തരത്തിൽ വയ്ക്കാം. കോർ ടു ഡു മുതൽ ഡ്യുവൽ കോർ മുതൽ എൻഡ് വരയ്ക്കും നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ അത് നമ്മുടെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. ഒരു കമ്പനിക്ക് ഏതാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അതനുസരിച്ചാണ് ചെയ്തത്. മാക്സിമം ഉള്ള നിറയെ MNCs Vicidial ആയിരിക്കും ചെയ്യുന്നത്. അതുപോലെ തന്നെ Vicidial ആയിരിക്കും അതിൻ്റെ അവരുടെ ബാക്ക് എൻഡ് പ്ലാറ്റ്ഫോം. അതിൻ്റെ ഫ്രണ്ട് എൻഡിൽ മാത്രമായിരിക്കും അവർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അത് അവർക്കുള്ള കസ്റ്റമൈസ് ചെയ്ത് ചെയ്യുന്നതാണ്. ഈ ഒരു ഫസ്റ്റ് സെക്ഷൻ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ബോറടിക്കുന്നത് പോലെ ഫീൽ ആകും. എന്നാൽ കൂടെ തന്നെ ഫസ്റ്റത്തെ ഈ ഒരു സെക്ഷൻ നിങ്ങൾ വന്ന് ഫുള്ളായിട്ട് ഈ ഒരു വീഡിയോ കാണുമ്പോഴേ നിങ്ങൾക്ക് IT ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് മനസ്സിലാവും. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നെക്സ്റ്റ് ലെവൽ ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ധൈര്യം കിട്ടും. എന്തൊക്കെയായിരിക്കും അത് നമ്മൾ ചെയ്തിട്ടുള്ളത്, എന്തൊക്കെയാണ് വേണ്ടത്, ഹാർഡ്വെയർ അല്ലാതെ തന്നെ അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചൊക്കെ.
ഇപ്പോൾ ഡയറക്റ്റായിട്ട് നമ്മൾ സെൻഡോയ്സ് ആണ് ഇടുന്നതെങ്കിൽ സെൻഡോയ്സ് നമ്മൾ നോർമലായിട്ട് ബേസ് സെൻഡോയ്സ് ഇൻസ്റ്റാൾ ചെയ്യും. അത് കഴിഞ്ഞിട്ടായിരിക്കും ആസ്ട്രിക്സ് ഒരു 4 സെക്ഷനായിട്ടാണ് ചെയ്യുന്നത്. സെൻഡോയ്സ് ഇൻസ്റ്റാൾ ചെയ്യും, പിന്നെ അതിന് ആസ്ട്രിക്സ് ഇൻസ്റ്റാൾ ചെയ്യും, അതിൽ കാർഡ് ഇൻസ്റ്റാൾ ചെയ്യും, പിന്നെ അതിന് ആവശ്യപ്പെടുന്ന തരത്തിലുള്ള ഡാഡി മീൻസ് കാർഡ് വന്ന് റൺ ചെയ്യുന്നതിൻ്റെ സോഫ്റ്റ്വെയറാണ്, അതിൻ്റെ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് Vicidial ഇൻസ്റ്റാൾ ചെയ്യുന്നത്. നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ ഇത് ചെയ്യാൻ പറ്റും. ഇതൊന്നും നമ്മൾ സൂസിയിൽ ചെയ്യാം, സെൻഡോയ്സിൽ ചെയ്യാം, ഉബണ്ടുവിൽ ചെയ്യാം, ബേസിക് ആയിട്ടുള്ള ഉബണ്ടു ഡെസ്ക്ടോപ്പിൽ ചെയ്യാം, VMൽ വേണമെങ്കിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ മറ്റ് ഡയലറിൽ നിങ്ങൾ നോക്കുമ്പോൾ തന്നെ ഞാൻ ഇതിൻ്റെ ഫ്രീ PBX ഇൻസ്റ്റാൾ ചെയ്തതിൻ്റെ ഒരു പാറ്റേൺ നിങ്ങൾക്ക് വേറൊരു വീഡിയോ ഉണ്ട് എൻ്റെ. ആ വീഡിയോയിൽ നിങ്ങൾ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അതിലുള്ള ഓപ്ഷൻസൊക്കെ ഒത്തിരിയൊക്കെ നിങ്ങൾക്കൊന്ന് അതൊന്ന് ഈസി അല്ല. അതൊന്ന് നമുക്ക് ഫുള്ളായിട്ട് ക്യൂ ബേസ് ചെയ്ത റൗട്ടിംഗ് ആണ്. Vicidial എന്ന് പറയുമ്പോൾ നമ്മൾ ക്യൂ ബേസ് ചെയ്താണ് റൗട്ടിംഗ് ആയാലും കൂടി ഇതിൻ്റെ ഫുള്ള് ബാക്ക് എൻഡ് ആർക്കിടെക്റ്റാണ് ഇതിൻ്റെ ഫുള്ളായിട്ട് വരുന്നത്. ഈ ബാക്ക് എൻഡ് ആർക്കിടെക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളതിൻ്റെ മെയിൻ എക്സ്റ്റൻഷൻ കോൺഫിഗ് ഫയലൊന്ന് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ കറക്റ്റായിട്ട് അറിയാൻ പറ്റും അത് എങ്ങനെയാണ് കോൾ വരുന്നത്. അത് റിലേറ്റഡ് എല്ലാം ഇതിൻ്റെ അകത്തുള്ള ഈ ഡയലർ സെക്ഷനോ ഡയലർ ബേസ് ചെയ്തുള്ള ഒരു IT റിലേറ്റഡ് മാനേജറോ അല്ലെങ്കിൽ IT റിലേറ്റഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡയലർ സപ്പോർട്ട് അതുപോലെ ഇരിക്കുന്നവർക്ക് ഈ വീഡിയോ ഒന്ന് യൂസ് ആവും. അത് അവർക്ക് അത് ഞാൻ പറയുന്നത് തന്നെ നിങ്ങൾ മനസ്സിലാവും എങ്ങനെയാണ് അതിൻ്റെ ഫ്ലോ വരുന്നത് എങ്ങനെയാണ്. ഇതിൽ മെയിനായിട്ട് എന്ന് പറയുന്നത് Vicidialൻ്റെ ഫ്രീ ഓപ്പൺ സോഴ്സാണ്. അവിടെ എൻഡ് ടു എൻഡ് ഓപ്പൺ സോഴ്സ് ആയിട്ടാണ് ഇത് കൊടുക്കുന്നത്. നമുക്കിത് നമ്പർ ഓഫ് യൂസേഴ്സ് അതിൽ കൂടെ തന്നെ നമ്മൾ ഒത്തിരി യൂസേഴ്സ് 100 200 യൂസേഴ്സ് മേളിൽ വേണമെങ്കിൽ കൂടെ തന്നെ നമുക്കൊന്ന് കോളിംഗ് പർപ്പസ് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ എന്നാൽ കൂടെ തന്നെ ഒരു ബേസിക് ഒരു 100 യൂസറാണ് ചെയ്യുന്നതെങ്കിൽ അതിന് കണക്കായിട്ടുള്ള ഹാർഡ്വെയർ ആയിരിക്കും നമ്മൾ ആവശ്യമുള്ളത്. 20 യൂസറാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കണക്കായിട്ടുള്ള ഹാർഡ്വെയർ യൂസ് ചെയ്യാം. മറ്റ് കമ്പനികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് പെർ ലൈസൻസ് ബേസ് ചെയ്തും പെർ സെർവർ ബേസ് ചെയ്തൊക്കെയുള്ള തരത്തിലാണ് വരുന്നത്. ഇപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ തന്നെ അതിനൊന്ന് ലൈസൻസ് കൊണ്ടാണ്, കോളിംഗ് കൊണ്ടുണ്ട്, ACD, പിന്നെ അതുപോലെ തന്നെ IVR എന്നുള്ള ലൈസൻസ് ഉണ്ട്. IVR ചെയ്യുന്നതിൻ്റെ ലൈസൻസാണ്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹാർഡ്വെയർ ലെവൽ ബേസ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ ഒത്തിരി കോസ്റ്റ്ലിയാണ്. മോർ ദാൻ ഒരു 80 to 90 ലാക്സിനടുപ്പിച്ച് തന്നെ അവർ ഇൻസ്റ്റാളേഷൻ ചാർജസും ഹാർഡ്വെയർ ലെവലെല്ലാം വരുന്നത്. അതൊക്കെ ബേസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ Vicidial നമ്മൾ അതിൻ്റെ ഹാർഡ്വെയർ കോമ്പാറ്റിബിലിറ്റി ബേസ് ചെയ്ത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമ്മളിൽ ആ കമ്പനിക്ക് ഒതുങ്ങുന്ന തരത്തിലുള്ള ഹാർഡ്വെയർ പർച്ചേസ് ചെയ്താൽ മതി. ഇതുപോലെ തന്നെ നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത് ഞാൻ ഇതിൻ്റെ Vicibox എന്ന് പറഞ്ഞാൽ 9 എന്നുള്ള വെർഷനാണ്. ഇത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഡൗൺലോഡ് ചെയ്യുന്ന 2 ഓപ്ഷനിൽ ഡൗൺലോഡ് ചെയ്യുക. ഇത് Vicibox നമുക്ക് ഡയറക്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. അതല്ലാതെ തന്നെ ഞാൻ എൻ്റെ പഴയ വീഡിയോയിൽ നിങ്ങൾ നോക്കുമ്പോൾ തന്നെ അത് സെൻഡോയ്സിലും ഉബണ്ടുവിലും ഇൻസ്റ്റാൾ ചെയ്യുന്ന തരത്തിലും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. Vicibox ആകുമ്പോൾ നമുക്ക് മാക്സിമം ഒരു 20 മിനിറ്റ്സ് അതിനെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇൻബിൽട്ട് ആയിരിക്കും. അതിൻ്റെ അകത്ത് പാക്കേജ് ഫുള്ളായിട്ട് ഒന്ന് കംപ്രസ് ചെയ്താണ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതേപോലെ തന്നെ നമ്മൾ സെൻഡോയ്സ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആ സെൻഡോയ്സിൻ്റെ ആ ഫുൾ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷമൊക്കെ നമ്മൾ Vicidial ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇതിനങ്ങനെ ആവശ്യമായിട്ട് ഓപ്പൺ സോഴ്സ് ചെയ്യാറുണ്ട്. അതിന് ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. ആവശ്യമുള്ളത് മാത്രമേ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യത്തുള്ളൂ. പിന്നെ ഡയലർ ബേസ് ചെയ്തും പിന്നെ അതുപോലെ തന്നെ PRA കാർഡ് ബേസ് ചെയ്തുള്ള ഡ്രൈവേഴ്സ് മാത്രമായിരിക്കും ഇൻസ്റ്റാൾ ചെയ്യുന്നത്. പിന്നെ Vicidial ആയിരിക്കും ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഞാനിതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് Vicibox-9 9.3. ഇപ്പോൾ 9.3 ആയിരിക്കും എൻ്റെ ഒരു ലേറ്റസ്റ്റ് വെർഷൻ വന്നിരിക്കുന്നത്. അതിൽ ലേറ്റസ്റ്റ് വെർഷൻ ബേസ് ചെയ്ത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് അത് ചെയ്യുമ്പോൾ തന്നെ അത് 9 എന്നുള്ള പ്ലാറ്റ്ഫോമിലാണ് ഇരിക്കുന്നത്. കുറച്ച് പാച്ചസ് മാത്രമേ അതിൽ മാറുന്നുള്ളൂ. അത് നമ്മൾ ലോഗിൻ ചെയ്ത് അതിൻ്റെ സെറ്റിങ്സും സെർവർ സെറ്റിങ്സ് എല്ലാം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ മാത്രമേ അറിയാൻ പറ്റുള്ളൂ എന്തൊക്കെ ഡിഫറൻസ് റിയൽ ടൈമിൻ്റെ മോണിറ്ററിങ്ങിൽ എന്തൊക്കെ ഡിഫറൻസ് വന്നിട്ടുണ്ട്, അതിൻ്റെ റിപ്പോർട്ടിൽ എന്തൊക്കെ ഡിഫറൻസ് വന്നിട്ടുണ്ട്, അത് റിലേറ്റഡൊക്കെ. നിങ്ങളും ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. ഞാൻ ഡയറക്റ്റ് സെർവറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഞാൻ മെയിനായിട്ടൊന്ന് കുറച്ചൊന്ന് മനസ്സിലാവുന്ന തരത്തിൽ ഞാൻ VMലാണ് ചെയ്യുന്നത്. വർക്ക് സ്റ്റേഷൻ തന്നെ നിങ്ങൾക്ക് പോലെ വീട്ടിൽ ലാപ്ടോപ്പ് ആണെന്നുണ്ടെങ്കിൽ ലാപ്ടോപ്പിൽ തന്നെ വർക്ക് സ്റ്റേഷനിലൂടെ ഇൻസ്റ്റാൾ ചെയ്യാം. എന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൽ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. അല്ലെങ്കിൽ അതിൻ്റെ ISO ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി Vicidialൻ്റെ വെബ്സൈറ്റിൽ തന്നെ ഉണ്ട്. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഡയറക്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് തന്നെ ചെക്ക് ചെയ്ത് നോക്കാം.
Vicidial ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ അതിൽ എന്തൊക്കെ ഓപ്ഷനാണ് വരുന്നത്, ഫസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നത്, അതെല്ലാം എൻ്റെ നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും വരുന്നത്. നിങ്ങൾ ആ ഒരു നെക്സ്റ്റ് വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോയിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. സോഴ്സ് ആയതുകൊണ്ട് നമുക്ക് MariaDB യൂസ് ചെയ്യാം, MySQL യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ വെർഷനിൽ വരുമ്പോൾ തന്നെ PHP ആയിരിക്കും. PHP ആണ് ഇതിൻ്റെ ഫ്രണ്ട് എൻഡ് എല്ലാം ഇതിൻ്റെ ഫുള്ള് ആയിട്ടുള്ള PHPയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. PHP പിന്നെ അതുപോലെ തന്നെ കേൾ സ്ക്രിപ്റ്റിംഗ് ഒക്കെയാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത്. സ്ക്രിപ്റ്റിംഗ് റിലേറ്റഡ് എല്ലാം വരുന്നത്. അപ്പോൾ ഇതിൽ PHPയിൽ തന്നെ 7.2 മേളിലോട്ടുള്ള വെർഷനായിരിക്കും വരുന്നത്. അതേപോലെ തന്നെ ഇതിന് പഴയതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ 7 ഉണ്ടായിരുന്നു, 7.2, 7.5, അതേപോലെ 7.7. ഓരോരോ വെർഷൻ വന്ന് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ തന്നെ അവിടെ Vicidial എന്ന് പറയുന്ന ഓപ്ഷനെ മാറി Vicibox-ലുള്ള പുതിയ പുതിയ പാച്ചസൊക്കെ ആയിരിക്കും ഇതിൽ ആഡായി വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ Vicibox ഞാനിപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഞാൻ ഡൗൺലോഡ് കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി വന്ന് അതിൽ Vicibox-9 തന്നെ 2 ഓപ്ഷനായിട്ടുള്ളതുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ISO മാത്രമായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം വന്നിട്ട് ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടിയായിരിക്കും എടുക്കുന്നത്. പിന്നെ അതിൽ മാനുവൽ അതിൻ്റെ PDF കൂടെ അതിൽ കാണുന്നുണ്ട്. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് എന്തൊക്കെയാണുള്ളത്, അതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ് അതിൽ യൂസ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള ഫുൾ ഡീറ്റെയിൽ ഒന്ന് ആ മാനുവലിൻ്റെ അകത്തുണ്ട്. മാനുവലിൽ നിങ്ങളൊന്ന് ഗോ ത്രൂ ചെയ്യുക. അത് ബേസ് ചെയ്തതിന് ശേഷം നിങ്ങൾ നെക്സ്റ്റ് ലെവൽ ഇപ്പോൾ ഒരു IT-യിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്നും ഈ മാനുവലൊന്നും ജസ്റ്റ് ഒന്ന് സ്റ്റഡി ചെയ്യത്തില്ല. സ്റ്റഡി ചെയ്ത് ഡയറക്റ്റായിട്ടല്ല ഇൻസ്റ്റാൾ അത് പ്രാക്ടിക്കൽ നോളജ് റൈറ്റ്. പക്ഷേ പ്രാക്ടിക്കൽ നോളജ് ആണെങ്കിൽ കൂടെ തന്നെ അവർ കുറച്ചെങ്കിലും ആ മാനുവലൊന്ന് നമ്മളൊന്ന് വായിച്ച് നോക്കണം. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡ്വെയർ കോമ്പാറ്റിബിലിറ്റി, പിന്നെ ഈ വരുന്ന ഒരു സെർവറിൻ്റെ അകത്ത് എത്ര യൂസറായിരിക്കും നമ്മളൊന്ന് യൂസ് ചെയ്യാവും, അതിന് മേളിലോട്ട് പോയി കഴിഞ്ഞാൽ ഹാങ് ആവാൻ ചാൻസസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ റെക്കോർഡിംഗ് സ്റ്റോറേജ് അത് റിലേറ്റഡൊക്കെ വരുമ്പോഴും നമ്മളതനുസരിച്ച് പ്രോപ്പറായിട്ട് അപ്പോൾ ഈ മാനുവലായിരിക്കും നമ്മൾ ഗോ ത്രൂ ചെയ്യേണ്ടത്. Vicibox ബേസ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ ഈ മാനുവലിൻ്റെ അകത്ത് തന്നെ 2 or 3 കമാൻഡ് മാത്രമേ കാണത്തുള്ളൂ ഇൻസ്റ്റാൾ ചെയ്യും. പക്ഷേ അതിൻ്റെ അകത്ത് എല്ലാം ഇൻബിൽട്ട് ഫുൾ സ്റ്റോറേജാണ്. Vicibox ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മളൊരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, വൺസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ Vicidial ഫുള്ള് ഇൻസ്റ്റാൾ ചെയ്ത് അതിൻ്റെ ലോഗിൻ ക്രെഡൻഷ്യൽ അകത്താണ് നമ്മൾ പോയി കഴിയുമ്പോൾ തന്നെ അതിൻ്റെ DB ഡാറ്റാബേസും PHPയുടെയും അതിൻ്റെ ടൈമിങ് മിസ്മാച്ച് ആയിരിക്കും. അപ്പോൾ എപ്പോഴും ഡാറ്റാബേസും അതേപോലെ തന്നെ PHPയും അഡ്മിൻ്റെയും അത് ഫുള്ളായിട്ട് ചെക്ക് ചെയ്തിട്ട് ടൈമും ഡേറ്റും കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ എൻട്രീസിൻ്റെ ഇതെല്ലാം വന്ന് ബാക്ക് എൻഡിലുള്ള php.ini ഫയലിൽ വന്ന് ഫുള്ളായിട്ട് വന്ന് നമ്മളൊന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടാണ്. അതിൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് ഞാനത് അപ്ഡേറ്റ് ചെയ്ത് കാണിക്കാം. ഇത് വന്ന് ജസ്റ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു. അതിൻ്റെ ലോഗിൻ അപ്പിയറൻസ് എങ്ങനെയാണ് വരുന്നത്, Vicidial മീൻസ് Vicibox 9.3 എന്ന് പറയുന്ന വെർഷനിൽ എന്തൊക്കെ ഓപ്ഷനായിട്ടാണ് അവർ പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. പഴയതിനെക്കുറിച്ചുള്ളത് എൻ്റെ പഴയ വീഡിയോയിൽ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. Vicidialന് 7, 8 ഒക്കെ ഉള്ളതെല്ലാം ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിലില്ലാത്ത ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിൽ വന്ന് റിയൽ ടൈം മോണിറ്ററിങ്ങിൽ ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. അതേപോലെ തന്നെ സെർവർ സെറ്റിങ്സിനും ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. അത് നമ്മൾ വൺസ് ഒന്ന് ലോഗിൻ ചെയ്തതിന് ശേഷം വൺ ബൈ അത് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മറ്റു ഡയലർ നിങ്ങൾ ലോഗിൻ ചെയ്ത് നോക്കിയിട്ട് Vicidialലും ലോഗിൻ ചെയ്ത് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി മനസ്സിലാവും Vicidial എത്രത്തോളം 100% സപ്പോർട്ടിംഗ് ആണെന്ന് അറിയാൻ പറ്റും. അതായത് അതിലില്ലാത്ത ഓപ്ഷൻസ് ഒത്തിരി Vicidialലുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ PRA കാർഡ്, GSM ഗേറ്റ്വേസ് യൂസ് ചെയ്യാം, സിപ്ട്രങ്ക് യൂസ് ചെയ്യാം, റിലയൻസ്, എയർടെൽ, വോഡഫോൺ സിപ്ട്രങ്ക് യൂസ് ചെയ്യാം, GSM ഗേറ്റ്വേ യൂസ് ചെയ്യാം, GSM ഗേറ്റ്വേ ബേസ് ചെയ്യുമ്പോൾ ഡിൻസ്റ്റാർ യൂസ് ചെയ്യാം, സിംസ് എല്ലാം യൂസ് ചെയ്യാം, PRA കാർഡൊക്കെ യൂസ് ചെയ്യാം. ചാനൽ ബേസ് ചെയ്ത് വരുമ്പോൾ PRA കാർഡാണ്. അപ്പോൾ PRA കാർഡ് വന്നാൽ DGM കാർഡ് യൂസ് ചെയ്യും, സംഗമോ കാർഡ് യൂസ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ കോഡ്ഫ്ലിന് ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന പല തരത്തിലെ കാർഡുകളുണ്ട്. PRA കാർഡ്സ് ഏത് കാർഡ് വേണമെങ്കിലും നമുക്കൊന്ന് അത് ബേസ് ചെയ്ത് നമ്മുടെ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ അതിൻ്റെ ബഡ്ജറ്റ് ബേസ് ചെയ്ത് മേടിക്കാം. എന്നിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് ഏറ്റവും കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കൊന്ന് മീഡിയ ഗേറ്റ്വേസ്, അപ്പോൾ മീഡിയ ഗേറ്റ്വേസ് എന്ന് പറയുമ്പോൾ തന്നെ ഓൾട്ടിറ്റ്യൂഡൊക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അറിയാൻ പറ്റും. ഓൾട്ടിറ്റ്യൂഡ് സെർവറിലൊന്ന് മീഡിയ ഗേറ്റ്വേ എന്ന് പറയുമ്പോൾ തന്നെ
സെപ്പറേറ്റ് ആയിട്ടുള്ള സെർവറായിരിക്കും. അവർ ഡെല്ലായിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഡെൽ സെർവേഴ്സ്. ആ ഡെൽ സെർവേഴ്സ് ചെയ്താൽ 3-4 DGN കാർഡോ അല്ലെങ്കിൽ PRA കാർഡോ എല്ലാം ബേസ് ചെയ്ത് കോൺഫിഗർ ചെയ്ത് കഴിയുമ്പം അതും Vicibox എന്നുള്ള കൺസെപ്റ്റാണ് വരുന്നത്. അതിൻ്റെ Vbox എന്നുള്ളൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് അതിനെ യൂസ് ചെയ്യുന്നത്. ലിനക്സ് ബേസ് ചെയ്താണ്. അതിൽ വരുമ്പോൾ എല്ലാ കാർഡും കൂടെ ചേർത്ത് ഗ്രൂപ്പിംഗ് ചെയ്ത് ഒരു ഗേറ്റ് വേ ആയിട്ടാണ് ചെയ്തത്. അതേ കൺസെപ്റ്റ് നമുക്കൊന്ന് Vici ഡയലിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. മീഡിയ ഗേറ്റ് വേ ഡയറക്റ്റായിട്ട് പോയിൻറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു സിംഗിൾ ഡാറ്റ കാർഡോ അല്ലെങ്കിൽ സിംഗിൾ ഒരു PRA കാർഡ് വേണമെങ്കിൽ നമ്മൾ ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നമ്മളത് യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ തന്നെ നമുക്ക് GSM ഗേറ്റ് വേസ്, GSM ബൾക്ക് ഗേറ്റ് വേസ് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു 10 ഗേറ്റ് വേയോ ഇല്ലെങ്കിൽ ഒരു 5 ഗേറ്റ് വേ ആണെങ്കിൽ നമുക്ക് ഗ്രൂപ്പിംഗ് ചെയ്ത് വേണമെങ്കിൽ തന്നെ നമുക്കിതിലൊന്ന് ഡയലിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഡയലർ ബേസ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ചീപ്പായിട്ടുള്ളതും ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള നമുക്കിതിൽ കൂടുതൽ എക്സ്പെൻസായിട്ട് വരുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾ മേടിക്കുന്ന ഹാർഡ്വെയറിനുള്ള കോസ്റ്റ് മാത്രമായിരിക്കും വരുന്നത്. ബാക്കി ഫുള്ളായിട്ട് പറഞ്ഞാൽ ഓപ്പൺ സോഴ്സ് ആയിട്ട് നമുക്കൊന്ന് അതിൽ കോസ്റ്റ് കട്ടിങ് ഏതൊരു കമ്പനിക്ക് ആയിരുന്നു അവിടെ കോസ്റ്റ് കട്ടിങ് ആണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അവർക്കെന്ന് പറഞ്ഞാൽ ഓപ്പൺ സോഴ്സിൽ ചെയ്യുന്നതിന് ആ ഒരു പെർഫെക്ഷന് നമ്മൾ പർച്ചേസ് ചെയ്ത് വാങ്ങിക്കുമ്പോൾ തന്നെ അതൊന്ന് ഓരോ ലൈസൻസ് ബേസ് ചെയ്തിരിക്കും. അത് മറ്റ് കമ്പനിക്കാരെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. കാരണം ഒരു 10 ലൈസൻസ് വാങ്ങിക്കുമ്പോൾ തന്നെ അതിനൊരു കോസ്റ്റ്, സെർവറിനൊരു കോസ്റ്റ്, പിന്നെ വേറെ എന്തെങ്കിലും അത് ഇനേബിൾ ചെയ്യുക ഇല്ലെങ്കിൽ IVR സെറ്റിങ്സ് ചെയ്യുന്നതിനും ഇല്ലെങ്കിൽ അവരെ സപ്പോർട്ടിന് വേണ്ടിയാലും കൊടുത്തത് അതിനൊക്കെ സെപ്പറേറ്റ് ആയിരിക്കും കോസ്റ്റ് വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ തന്നെ ഓപ്പൺ സോഴ്സിൻ്റെ ഡയലർ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിഷ്ടപ്പെടുന്ന തരത്തിലുള്ള രീതിയിൽ നമുക്കതിനെ ട്യൂൺ ചെയ്തെടുക്കാൻ പറ്റും. അതാണ് അതിലൊരു മെയിനായിട്ടുള്ള കൺസെപ്റ്റ്. റെഡിമെയ്ഡ് പാക്കായിരിക്കും നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ റെഡിമെയ്ഡ് പാക്കായിരിക്കും മറ്റുള്ള കമ്പനീസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ഈ ഡയലർ നമ്മൾ ഓപ്പൺ സോഴ്സ് ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് ഡയൽ കൊടുക്കുന്ന ഒരു റെഡിമെയ്ഡ് പാക്കാണ്. പിന്നെ അതിനെ നമ്മളൊന്ന് നമ്മുടെ റിക്വയർമെൻറ്റ് ബേസ് ചെയ്തായിരിക്കും അവരൊന്ന് റെഡിയാക്കി തരുന്നത്. അതുപോലെ തന്നെ ഫ്രീ PBX, എലാസ്റ്റിക്സ് ഇതെല്ലാം വന്ന് ഇതിൻ്റെ ബേസിൽ ബാക്ക് എൻഡ് റൺ ആവുന്ന ആസ്ട്രിക്സ് ആണ്. എല്ലാത്തിനും ആസ്ട്രിക്സ് ആണ്. ലിനക്സ് പ്ലാറ്റ്ഫോമാണ്. ഫയർവാളിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സെറ്റിങ്സും അതിലുണ്ട്. ഇതിൽ മെയിനായിട്ടെന്ന് പറയുന്നത് ഒരു ഡയലർ മാനേജ് ചെയ്യുന്ന ഒരു എഞ്ചിനീയറിന് തീർച്ചയായിട്ടും അതിൻ്റെ ഡയലിംഗ് പാറ്റേൺ, ഡയലിംഗ് ഫ്ലോ, അത് ഡയലിങ്ങിൻ്റെ ആ ഒരു അൽഗോരിതം അത് എങ്ങനെയാണെന്നത് മനസ്സിലാക്കുക പറഞ്ഞാൽ അതിൽ ഡയലിങ്ങിൻ്റെ റെക്കോർഡ്സ് ബേസ് ചെയ്താണ്. വൺസ് ഒരു കോൾ ഒന്ന് പിച്ചായി കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് റണ്ണാവുന്നത് അത് ഫുള്ളായിട്ട് നമുക്ക് ഡയറക്റ്റ് മോണിറ്റർ ചെയ്ത് തന്നെ ട്രങ്ക് ബേസ് ചെയ്ത് നമുക്ക് മോണിറ്റർ ചെയ്ത് തന്നെ അറിയാൻ പറ്റും. ഒരു കോൾ എവിടെ വന്നു കഴിഞ്ഞാൽ അത് എവിടെ പോകുന്നുണ്ട്, ഏത് ക്യൂയിലൊന്ന് വീഴണം, ഇതെല്ലാം നമുക്കൊന്ന് മോണിറ്റർ ചെയ്തിട്ടായിരിക്കും ഡയലിംഗ് പാറ്റേൺ നമ്മളൊന്ന് എഴുതുന്നത്. അത് ഫുള്ളായിട്ട് കോഡിങ്ങാണ്. ആ കോഡിങ് എന്ന് പറയുമ്പോൾ നമ്മളതൊരു ലോജിക്കായിരിക്കും. അതിന് കുറേ വേരിയബിൾസ് ഉണ്ട്, ഡയൽ പാറ്റേൺസ് ഉണ്ട്, കുറച്ച് സിനാരിയോസ് ഉണ്ട്. അതെല്ലാം ആസ്ട്രിക്സിൻ്റെ പ്ലാറ്റ്ഫോമിൽ വരുന്ന ഡയൽ പാറ്റേൺസൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്കതൊന്ന് വൺസ് ഇതൊന്ന് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ ബാക്ക് എൻഡ് ബേസ് ചെയ്ത് നമ്മൾ കുറച്ചും കൂടി ഇൻഡെപ്തായിട്ട് അത് നോക്കി പഠിക്കുമ്പോഴായിരിക്കും അറിയാൻ പറ്റും ഡയലർ എത്രത്തോളം നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീൽഡാണെന്നുള്ളത്. ഏതൊരു കമ്പനിക്കായാലും കൂടെ തന്നെ അവിടെ ഒരു കോൾ സെൻറ്റർ കാണും, അവിടെ ഒരു ഡയലിംഗ് സോഫ്റ്റ്വെയർസ് കാണും. മറ്റ് കമ്പനിയിൽ നിന്ന് ഡിപ്പെൻഡ് ചെയ്തായിരിക്കും അവരൊന്ന് ഒത്തിരി വന്ന് കോസ്റ്റ് കൊടുത്തായിരിക്കും ആ ഒരു ഡയലറും CRM സെർവറെല്ലാം റെഡിയാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഓപ്പൺ സോഴ്സിൽ ഫ്രീ ആയിട്ട് കിട്ടുമ്പം നമ്മൾ മാക്സിമം 200, 300, 500 ഏജൻറ്റിനെ വേണമെങ്കിൽ കൂടെ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു റോബോട്ടിക് ഓട്ടോമേഷനായിട്ടുള്ള തരത്തിലുള്ള ഒരു ഡയലർ സോഫ്റ്റ്വെയറാണ് Vicidial. ഇതിൻ്റെ മാനുവൽ നന്നായിട്ട് വായിച്ച് നോക്കുക. അല്ലെങ്കിൽ തെറ്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കും. എല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. പുതിയതായിട്ടുള്ളൊരു സപ്പോർട്ടിലൊക്കെ ജോയിൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്ത് അവർക്കൊരു എക്സ്പീരിയൻസ് കിട്ടുന്നത് തന്നെ അവർ നല്ലൊരു ഇതാണ്. AWS ആയിരുന്നാൽ കൂടെ തന്നെ ആമസോണിൻ്റെ ഇതിലെല്ലാം കൂടെ തന്നെ ഇതേപോലെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ആസ്ട്രിക്സ് ബേസ് ചെയ്ത് തന്നെ അതിനും നമുക്ക് ഡയലിംഗ് ടെലഫോണിക്കുണ്ട്. പിന്നെ അവിടെ നിന്ന് നിങ്ങളിത് ഫസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കി അതിൽ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് ചെയ്യുക. എൻ്റെ നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും ഇത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്, Vicibox 9.3 ഇൻസ്റ്റാൾ ചെയ്തതിന് എന്തൊക്കെയാണ് അതിലുള്ള വ്യൂ വരുന്നതെന്നുള്ളത് വാച്ച് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.